ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ആ സമയത്ത്. എനിക്ക് ചുറ്റും എന്താ സംഭവിക്കുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ വഴി കൂടി ആരെങ്കിലും നടന്നു പോകണ്ടാലും എന്ന് കരയുന്നത് ഞാൻ ഓർക്കേണ്ട ഒരു ദിവസം രാത്രി എനിക്ക് എന്തിനാണെന്ന് അറിയില്ല, സങ്കടം വരിക. എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ ഈ ജനലിന്റെ കമ്പിയിൽ പിടിച്ചിരുന്ന കരയുവാണ്. എന്തിനാന്ന് എനിക്ക് അറിയില്ല. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. കഴിഞ്ഞ ദിവസം കൈരളി ടിവിയിൽ വന്ന മഞ്ജു ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. മികച്ചൊരു ഇന്റർവ്യൂ ആയിരുന്നു. മഞ്ജു അതിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. തന്നെ യൂട്രസ് അഥവാ ഗർഭപാത്രം റിമൂവ് ചെയ്തതിനെ കുറിച്ച് മഞ്ജു പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്കറിയാം, സ്ത്രീകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കാണുന്ന ഒരു അവയവമാണ് യൂട്രസ് എന്ന് പറയുന്നത്. സ്ത്രീകളുടേത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റോള് വഹിച്ച ഒരു അവയവം കൂടിയാണ് യൂട്രസ് അല്ലെ. അണ്ടവും ബീജവും കൂടി ചേർന്ന് കുഞ്ഞായി മാറുന്നത് ഇവിടെ വെച്ചാണല്ലോ. താങ്കൾ ഒരു സ്ത്രീയാക്കി മാറ്റിയത് യൂട്രസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു പരിധി വരെ അത് ശരിയാണ് താൻ. അങ്ങനെയുള്ള യൂട്രസ് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പല സ്ത്രീകൾക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. യൂട്രസിന് എത്ര വലിയ രോഗം ബാധിച്ചാലും ചില സ്ത്രീകൾ യൂട്രസ് റിമൂവ് ചെയ്യാൻ അനുവദിക്കാറില്ല. പേഴ്സണലി എനിക്ക് പരിചയമുള്ള ചില സ്ത്രീകൾ, അവർക്ക് ഗർഭപാത്രത്തിൽ മുഴ ഉണ്ടായിട്ട് ഡോക്ടർ ഗർഭപാത്രം എടുത്തു കളയണമെന്ന് പറഞ്ഞു. പക്ഷെ അവരതിന് തയ്യാറാവാതെ ഇപ്പോഴും ആ മുഴ വെച്ച് ജീവിക്കുന്നുണ്ട്. ഇവിടെ മഞ്ജുവിനും ഇതുപോലെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗർഭപാത്രം എടുത്തു കളയുകയും ചെയ്തതാണ്. അങ്ങനെ യൂട്രസ് റിമൂവ് ചെയ്തതിനു ശേഷം തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് മഞ്ജു ഇവിടെ സംസാരിക്കുന്നത്. ഡോക്ടർമാരും ഹോസ്പിറ്റലുകളും ചേർന്ന് യൂട്രസ് റിമൂവിംഗ് സർജറിയെ അഥവാ ഹിസ്റ്ററക്ടമിയെ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണെന്നാണ് മഞ്ജുവിന്റെ അഭിപ്രായം. നമുക്ക് മഞ്ജുവിന്റെ വാക്കുകൾ കേട്ടു നോക്കാം. ചേച്ചി പറഞ്ഞിട്ട് കുറേ ദേഷ്യമൊക്കെ കൂടുതലുണ്ടായിരുന്നു, ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പൊ പലരും പഠിക്കുന്നതാണ്. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പുറത്തേക്ക് വന്ന് പറയാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയാം എന്ന് തീരുമാനിച്ചത്? തീരുമാനിച്ചെന്താണെന്നറിയോ, എന്റെ അമ്മച്ചിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഒരു സമയത്ത്. എന്റെ അമ്മച്ചിയുടെ യൂട്രസ് ഓവർ റിമൂവ് ചെയ്തതാ. അപ്പൊ ഞങ്ങൾ വിചാരിക്കും അമ്മച്ചിക്ക് വട്ടാന്നാ. എന്തിനും ദേഷ്യപ്പെടും, നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടും. പിന്നെ എന്റെ അമ്മച്ചി ആയതുകൊണ്ട് ഞാൻ എന്തോ അറിയത്തിനൊക്കെ പോയി ഇതൊക്കെ കിട്ടും. അപ്പൊ ഇന്ന് ചിരിക്കും. പക്ഷെ അത് ഈ മൂഡ് സ്വിങ്സ് വരുന്നത് ഇതുകൊണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായത്. മൂഡ് സ്വിങ്സ്, യൂട്രസ് എടുത്ത് കളയുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. യൂട്രസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് പീരീഡ്സ് ഉണ്ടാവുകയും അതുവഴി നമുക്ക് മൂഡ് സ്വിങ്സ് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട് അല്ലേ. എന്നാൽ യൂട്രസ് എടുത്ത് കളഞ്ഞതിന് ശേഷവും ഇതേ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. മൂഡ് സ്വിങ്സ് മാത്രമല്ല, ശരീരം ആകെ ഒരു ചൂട് അനുഭവപ്പെടുക, പെട്ടെന്ന് വിയർക്കുക, മൊത്തത്തിൽ ഒരു അസ്വസ്ഥത തോന്നുക, ഉറക്കം നഷ്ടപ്പെടുക, സെക്സിനോട് താല്പര്യം കുറയുക. യൂട്രസ് റിമൂവ് ചെയ്യപ്പെടുന്ന സ്ത്രീകളിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണപ്പെടും. ചില സമയത്ത് യൂട്രസിനോടൊപ്പം തന്നെ ഓവറി അഥവാ അണ്ഡാശയവും റിമൂവ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസ് കുറച്ചുകൂടെ കടുപ്പാകും. സ്ത്രീകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് അർത്ഥം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ യൂട്രസ് റിമൂവ് ചെയ്യുക എന്നല്ലാതെ വേറെ പോംവഴിയൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് യൂട്രസിൽ ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹോർമോണൽ ചേഞ്ചസും മറ്റു ബുദ്ധിമുട്ടുകളും നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ, ജീവൻ തന്നെ അപകടത്തിലല്ലേ. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡോക്ടർമാർ പറയുന്നത് അനുസരിക്കേണ്ടി വരും. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. ഡോക്ടർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ യൂട്രസ് റിമൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നത് ഒട്ടും ശരിയല്ല. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തീരുമാനമെടുക്കണം. ഈ ക്യാൻസർ അല്ലാത്ത മുഴകളൊക്കെ ചിലപ്പോൾ മരുന്നും കൊണ്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഡോക്ടർ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഡോക്ടറെ മാറ്റി മറ്റൊരു ഡോക്ടറെ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നിലധികം ഡോക്ടർമാരെ കാണിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി. പക്ഷെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥയെ കുറിച്ച് നമുക്ക് എപ്പോഴും ബോധം വേണമെന്ന് മാത്രം. ബാക്കിയാണ് ഡോക്ടർ. അമ്മച്ചൊന്നും ഒരു സപ്ലിമെന്റ്സ് ഒന്നും എടുത്തില്ല. ഈ പറയുന്ന ഇവിടെ ഇതൊക്കെ ഈ ഭയങ്കര കച്ചവടം ഇവിടെ നടക്കുന്നത്. ഞാൻ ഓർത്തു ഞാൻ ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് എൻ്റെ സർജറി കഴിഞ്ഞതെന്നാണ്. പക്ഷേ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇതിന് ആഫ്റ്റർ കെയർ വേണമെന്നൊന്നും എന്നോട് ആരും പറഞ്ഞില്ല. സർജറി ചെയ്യാനായിട്ട് ഭയങ്കര എടുക്കുമായിരുന്നു. പക്ഷെ അതിനുശേഷം എന്നോട് പറഞ്ഞു ഇത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറാണ്, പീരിയഡ്സ് ഇല്ല, എന്തൊരു സുഖമായിട്ട് നടക്കാം നമുക്ക്. പക്ഷെ അതായിരുന്നു എൻ്റെ ബലം എന്നുള്ളത് ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഇത് കളയരുത്, ഇത് ക്യൂറബിൾ ആണ്, മരുന്നുകൊണ്ട് മാറുമെങ്കിലും മാറ്റി കളയണം. കാരണം അതിനുശേഷം അനുഭവിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഇവിടുന്ന് വേർക്കുന്നുണ്ടല്ലോ, എൻ്റെ ഇവിടെ ഒക്കെ നനഞ്ഞിരിക്കുവാണ്. ഇതുകൊണ്ടാണ് ഞാൻ സപ്ലിമെന്റ്സ് എടുത്തിട്ട് പോലും എനിക്ക് എൻ്റെ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്ക് ഇത് ഹോറബിൾ ആണ്. അപ്പോൾ ഇനിയെങ്കിലും എന്നെ പോലെയുള്ള സ്ത്രീകൾ ഇങ്ങനെ മണ്ടത്തരത്തിൽ പോയി ചാടരുത്. ഇനി അപ്പോൾ അഥവാ ഇനി ഇത് റിമൂവ് ചെയ്താലും ഇതിന് ആഫ്റ്റർ കെയർ ചെയ്യണം, എൻഡോക്രൈനോളജിസ്റ്റിനെ പോയി കാണണം, ഇതിന് ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്കുണ്ടായ ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് യൂട്രസ് റിമൂവൽ അടക്കമുള്ള ചികിത്സകൾ നമ്മൾ ചെയ്യുന്നത് അല്ലേ. എന്നാൽ അതുവഴി മറ്റു അസുഖങ്ങളോ അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം ഹോർമോണൽ ട്രീറ്റ്മെന്റ് അടക്കമുള്ള ചികിത്സകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു പരിധി വരെ നമുക്ക് മറികടക്കാൻ കഴിയും. എന്നാൽ തനിക്ക് ഇത്തരത്തിലുള്ള ആഫ്റ്റർ സർജറി ട്രീറ്റ്മെന്റുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നും യൂട്രസ് റിമൂവ് ചെയ്യാൻ ഭയങ്കര ഉത്സാഹം കാണിച്ച ഹോസ്പിറ്റലുകാർ സർജറിക്ക് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊക്കെയാണ് മഞ്ജു പറയുന്നത്. രോഗികൾക്ക് ശരിയായ രോഗമുക്തി നൽകുക എന്നതിനേക്കാൾ എല്ലാത്തിനെയും കച്ചവടമായി കാണുന്ന ഹോസ്പിറ്റലുകളുടെ ഇത്തരം സമീപനങ്ങൾ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, എല്ലാം കച്ചവടമാണ്, തട്ടിപ്പാണെന്ന് പറയുകയല്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട്. അതിനൊന്നുകൂടെ ആളി കത്തിക്കാൻ ഞാനില്ല. പക്ഷെ എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലും കറപ്ഷൻസ് ഉണ്ട്.
അതിന് ഏത് കൊടുകുത്തിയ ഡോക്ടർ വന്ന് നിഷേധിച്ചിട്ടും കാര്യമില്ല. പല സ്വകാര്യ ആശുപത്രികളും ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുക്കുന്നുണ്ട്. ഈ മാർക്കറ്റിംഗ് സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് ടാർഗറ്റ് എന്താണെന്ന് നല്ലോണം അറിയുന്നുണ്ടാകും. മെഡിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു മാത്രം ഇത്ര ബ്ലഡ് ടെസ്റ്റ്, ഇത്ര സ്കാനിങ്, ഇത്ര സർജറി, ഇങ്ങനെ ഒരു ടാർഗറ്റ് ആയിരിക്കും ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർമാർക്ക് കിട്ടുന്നത്. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ അതിനുള്ള ബോണസ് ഡോക്ടേഴ്സിന് കിട്ടും. അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ജോലി പോകും. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിവും സന്നദ്ധയുമുള്ള മറ്റൊരു ഡോക്ടർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലുകാർ അയാളെ ചൂസ് ചെയ്യും. ഈ നട്ടെല്ലിനുള്ള ഡിസ്കിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും സർജറി എഴുതി വിടുന്ന ഡോക്ടർമാരെയും ഹോസ്പിറ്റലുകളെയും എനിക്കറിയാം. ആക്ച്വലി ഡിസ്കിന്റെ പ്രശ്നങ്ങൾക്ക് സർജറി അത്ര എഫക്റ്റീവ് അല്ല. ചില ഡോക്ടേഴ്സ് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരും. പക്ഷെ ചിലരാണെങ്കിലും ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ പോലും സർജറിക്ക് നിർബന്ധിക്കും. പിന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും, സ്കാനിങ് സെന്ററുകളിൽ നിന്നും, ലാബുകളിൽ നിന്നും കമ്മീഷൻ വാങ്ങുന്ന പരിപാടികളൊക്കെ വേറെയുണ്ട്. നമ്മുടെ നാട്ടിൽ 90% ഡോക്ടർമാരും ഇങ്ങനെ കമ്മീഷൻ വാങ്ങുന്നവരാണ്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കറപ്ഷൻസ് ആണ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ സംഭവിക്കുന്നത്. ബാക്കിയാണ് നോക്കാം. ഇവര് പറയുന്നത് എടുത്തു പറഞ്ഞു നടന്നോ പൊക്കോളാണ് പറയണേ. അങ്ങനെയല്ല, നമ്മുടെ ബോഡി നിന്നുപോയി. നമുക്ക് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ആ സമയത്ത്. എനിക്ക് ചുറ്റും എന്താ സംഭവിക്കുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ വഴി കൂടി ആരെങ്കിലും നടന്നു പോകണ്ടായിരുന്നു കരയുന്നു ഞാൻ ഓർക്കേണ്ട. ഒരു ദിവസം രാത്രി എനിക്ക് എന്തിനാണെന്ന് അറിയില്ല, സങ്കടം വരിക. എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ ഈ ജനലിന്റെ കമ്പിയിൽ പിടിച്ചിരുന്ന കരയുവാണ്. എന്തിനാന്ന് എനിക്ക് അറിയില്ല. മഴക്കാർ കണ്ട ആദ്യം വരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും നമ്മൾ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നത്. നമ്മളുടെ ബോഡി വർക്ക് ചെയ്യുന്നത് ഹോർമോൺസ് കൊണ്ട്. അതെ 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 അതെ. നമ്മുടെ ബെഡിൽ പോലും നമുക്ക് ഹോർമോൺ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, സത്യമാണത്. അതൊന്നും ഇവിടെ ആർക്കും അറിയില്ല, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ചേച്ചി പറഞ്ഞു ചിലപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മമാരെ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതൊന്നും ഇതായിരുന്നു എന്റെ അമ്മച്ചൊക്കെ ദേഷ്യപ്പെടുന്നത്. ഞാൻ എപ്പോഴും എന്റെ അമ്മച്ചൊന്നും ഒരു സപ്ലിമെന്റ് എടുത്തില്ലല്ലോ. അമ്മച്ചി എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടേ അയ്യോ എന്റെ അമ്മോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടെടുക്കണം കണ്ടിട്ടുണ്ട്. പാവം അവർ എത്ര. ഇപ്പൊ പിന്നെ മെനപ്പോസിന്റെ ഒക്കെ ടൈം ഇപ്പൊ അതുമായിട്ട് ബോഡി അഡാപ്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് അമ്മച്ചിക്കൊക്കെ എന്ത് ചൂടായിരുന്നിരിക്കും. എനിക്ക് ഫാൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. ഇത് ഇനിയുള്ള ആൾക്കാരെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ശരീരം ചൂടാവുന്നതും വിയർക്കുന്നതും ഒക്കെ യൂട്രസ് റിമൂവ് ചെയ്യുന്നവരിൽ കോമൺ ആയി കാണുന്ന സംഗതികളാണ്. മെനോപോസ് എന്നൊരു സംഗതിയുണ്ട്. സ്ത്രീകളുടെ പീരീഡ്സ് നിന്ന് പോകുന്നതിനാണ് മെനോപോസ് എന്ന് പറയുന്നത്. ഏകദേശം 50 വയസ്സൊക്കെ ആകുമ്പോൾ സ്ത്രീകളിൽ നാച്ചുറൽ ആയി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മെനോപോസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ യൂട്രസും ഓവറിയും ഒക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം മെനോപോസും സംഭവിക്കും. നാച്ചുറലി അല്ലാതെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഓർക്കണം. ഈ ചെറിയ പ്രായത്തിലൊക്കെയാണ് യൂട്രസ് റിമൂവ് ചെയ്തതെങ്കിൽ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ മെനോപോസും സംഭവിക്കുമെന്നർത്ഥം. അതായത് സ്വാഭാവികമായി സംഭവിക്കുന്നതിനേക്കാളും ഒരുപാട് മുമ്പ്. ഈ മെനോപോസ് സ്വാഭാവികമായി സംഭവിക്കുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവുമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാറുണ്ട്. അപ്പൊ ഈ നേരത്തെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ യൂട്രസ് റിമൂവ് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ, അതായത് സർജറിക്ക് ശേഷം നമുക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചുമെല്ലാം ഒരു സ്ത്രീയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ഡോക്ടറുടെ കടമയാണ്. അത് വെറുതെ പറഞ്ഞു പോവുകയല്ല വേണ്ടത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ അതിനു വേണ്ടി മാറ്റി വെക്കണം. ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് നൽകണം. മാക്സിമം അവരെ കെയർ ചെയ്യണം. മഞ്ജുവിന് ഇങ്ങനെയുള്ള കെയറിംഗ് ഒന്നും കിട്ടിയില്ല. യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഇത്രയധികം വികാരം കൊള്ളുന്നത് ഇതുകൊണ്ടാണ്. അതല്ലാതെ അവരൊരിക്കലും യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനെതിരെ സംസാരിക്കുകയല്ല ചെയ്തത്. അതെല്ലാവരും മനസ്സിലാക്കണം. ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. 2-3 ഡോക്ടർമാരെ കാണിച്ചതിന് ശേഷവും എല്ലാവരും ഒരുപോലെ യൂട്രസ് റിമൂവ് ചെയ്യുന്നത് മാത്രമാണ് ഏക പോംവഴി എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബലം പിടിച്ചു നിൽക്കരുത്. ഡോക്ടർ പറയുന്നത് അനുസരിക്കണം. എല്ലാം കച്ചവടമാണെന്നുള്ളൊരു മുൻവിധി ഉണ്ടാവരുത്. അത് നമ്മുടെ ജീവനെ തന്നെ ബാധിക്കും. ഒരുപാട് നല്ല ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും നമ്മുടെ നാട്ടിലുണ്ട്, അത് മറക്കരുത്. മഞ്ജുവിന്റെ ഈ വീഡിയോ കണ്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പറ്റിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ നിലയെക്കുറിച്ച് പൂർണ്ണ ബോധ്യവാനാകാനും കൂടെ ശ്രമിക്കണമെന്ന് മാത്രം. ഡോക്ടറെ കാണിക്കേണ്ട സമയത്ത് കാണിക്കുക വേണം. സ്വയം ചികിത്സ ചെയ്യാൻ പോകരുത്. അതേപോലെ തന്നെ മെഡിക്കൽ രംഗത്തുള്ള ചതിക്കുകളിൽ ചെന്ന് ചാടാതിരിക്കാനും ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യമാണ്, എല്ലാം നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും. വേറെ ആരും വരില്ല. എല്ലാം നോക്കിയും കണ്ടും ചെയ്യേണ്ടി വരും. മെഡിക്കൽ രംഗവുമായി എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും സയന്റിഫിക് ആയി തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നല്ല, അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. സ്യൂഡോ സയൻസുകാരുടെ വലയത്തിൽ ചെന്ന് വീഴാതിരിക്കുക. ഹോസ്പിറ്റലുകൾ വെറും കച്ചവടമാണെന്നും പറഞ്ഞ് കണ്ടലാടെ വൈദ്യന്മാരുടെ കയ്യിൽ ചെന്ന് പെട്ടാൽ ജീവിതം തന്നെ കോഞ്ഞാട്ടായി പോകും. അതാരും മറക്കണ്ട. ഇന്ന് നമുക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ അത് മോഡേൺ മെഡിസിൻ തന്നെയാണ്. പിന്നെ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ മോഡേൺ മെഡിസിനും അതിൻ്റെതായ പോരായ്മകളും ചതിക്കുഴികളും ഉണ്ട് എന്ന് മാത്രം. അതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ച് മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.